ഈസി ഈസി ക്ലോൺ നമ്മളെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, അതിൽ എങ്ങനെ നമ്മൾ ചെയ്യുക എന്നുള്ളത് വീഡിയോ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിലെടുക്കുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2M2 ഈസി ക്ലോൺ എന്നുണ്ടാവും. 2M2 മാജിക് ടാങ്ക് കട്ടിങ്. ഓക്കെ, അപ്പോൾ ആ ആപ്പ് 2M2 മാജിക് ടാങ്ക് ആപ്പ് അത് ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ലേ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ആ ആപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യാം, ആ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 80% 91. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇത് വരും. അതിൽ എഗ്രി ചെയ്യാം. എഗ്രി ചെയ്താൽ ആപ്ലിക്കേഷന് ഇത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോഗിനാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫേസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫേസ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പം നമ്മൾ യൂസറിന് പാസ്വേഡ് അടിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് സൈനപ്പ് ചെയ്യണം. അപ്പോൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. എങ്ങനെ എടുത്തിട്ട് ഇവിടെ നമ്മൾ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. എന്താണോ ഇമെയിൽ ID അവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു പാസ്വേഡ്, 1 2 3 4 5 6 അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്വേഡ്, ഇമെയിലിൻ്റെ പാസ്വേഡ് അടിക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന ഒരു പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്ലീസ് ഇൻപുട്ട് ദ പാസ്വേഡ്, ഒന്നും കൂടി എന്ത് ചെയ്യുക, പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ ആക്ടിവേഷൻ കോഡ്, ഈ ആക്ടിവേഷൻ കോഡ് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെസ്സേജ് അയച്ചു തരും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു തരും. അത് കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പി എടുത്ത് നേരെ പേസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് ലെങ്ത്തുള്ള പാസ്വേഡാണ് വരിക. ഓക്കെ, അതായത് പാസ്വേഡ് കുറച്ച് ലെങ്ത്തുള്ള പാസ്വേഡ്. എക്സാമ്പിൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ, ഒരു മിനിറ്റ്. അല്ലേ, ഇതാ ഇത്ര ലെങ്ത്തുള്ള പാസ്വേഡാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ അടിച്ചെടുക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണ്. അപ്പം വാട്സപ്പ് ഈ നമ്മൾ കൊടുക്കുന്ന മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഇതേപോലെ എന്ത് ചെയ്യുക, കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യുക, കോപ്പി എടുത്തിട്ട് നേരെ എന്ത് ചെയ്താൽ മതി, ഇവിടെ പോയിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പേസ്റ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ അത് പേസ്റ്റ് ആവും. പിന്നെ എന്ത് ചെയ്യുക, വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് എന്ത് ചെയ്യും, ഒരു മെയിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൽ ഇതേപോലെ നമ്മൾക്ക് മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലേക്ക് എന്ത് ചെയ്യും, ഒരു വെരിഫിക്കേഷൻ കോഡ് മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. കുറച്ച് ചൈനയിലെ എഴുത്തായിരിക്കും ഉണ്ടാവുക, ടാങ്ക് എന്നുള്ള. അപ്പോൾ അവിടെ ഒരു വെരിഫിക്കേഷൻ കോഡ് ഉണ്ടാവും, 6 അക്ക നമ്പർ. ആ 6 അക്ക നമ്പർ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈനപ്പായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സൈനപ്പ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാമെന്നറിയാം, പിന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് പോകുന്ന ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യുക, ലോഗിൻ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, വെരിഫിക്കേഷൻ കോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വെരിഫിക്കേഷൻ കോഡ് കിട്ടുള്ളൂ. KYC നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ്, നിങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു ഫോട്ടോ, ലൈവ് GPS ക്യാമറ വെച്ച് ഷോപ്പിൻ്റെ ഒരു ഫോട്ടോ, കൂടാതെ നിങ്ങളൊരു ഇമെയിൽ ID, പിന്നെ ഒരു നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന 2 നമ്പർ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യാം. KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ വെരിഫിക്കേഷൻ കോഡ് കിട്ടും. വെരിഫിക്കേഷൻ കോഡ് കിട്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ 47 ഇപ്പോൾ ഓൾറെഡി ഓക്കെയാണ്.